ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വീണ്ടും ചാറ്റിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിഷ് ഐറ്റമാണ്. അത് ഗ്രിൽ ചെയ്യാൻ പോവാണ്. ഞാൻ ഗ്രിൽ ചെയ്തെടുക്കുന്നത് ഓവണോ അല്ലെങ്കിൽ ഗ്രില്ലിങ് ടൂളൊന്നും ഉപയോഗിച്ചിട്ടല്ല, സ്റ്റവ് ടോപ്പിലാണ് ചെയ്യുന്നത്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. അതിന് പറ്റിയ ടെക്നിക്കും ട്രിക്കെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. കൂടെ ഒരു ടാമറിൻ സോസും കൂടെ ചെയ്യുന്നുണ്ട്. അതും ഈ ഫിഷുമാണ് കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗ്രില്ല് ചെയ്യാൻ പാകത്തിനുള്ള 2 വലിയ മീൻ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് മസാല വേണം. അതിനൊരു ചെറിയ കഷ്ണം പുളി വേണം, പിന്നെ കുറച്ച് തണ്ട് കറിവേപ്പില, 3-4 ചെറിയ ഉള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് 4ആയിട്ട് കീറിയതാണ്, പിന്നെ ഒരു 4-5 പച്ചമുളക് എരിവിനനുസരിച്ച്, ഒരു ചെറിയ കഷ്ണം സവാള. ഇതിലേക്ക് കുറച്ച് മല്ലിയില വേണം, പിന്നെ ഒരു 1/4 അല്ലെങ്കിൽ അരമുറി തക്കാളി, പിന്നെ കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞെടുക്കാം, ഒരു അരമുറി നാരങ്ങ. വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി 2 ടീസ്പൂൺ, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ വേണം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് എണ്ണയും ഒഴിച്ച്, കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം. അപ്പോൾ അതേ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിതിന് കളറിന് വേണ്ടി വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീനിതേ വരഞ്ഞ് വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മസാല നന്നായി പിടിപ്പിക്കണം. അതിൻ്റെ വരയിലും വയറിനകത്ത് തലയിലെല്ലാം നന്നായിട്ട് മസാല പിടിപ്പിക്കണം. എത്രത്തോളം മസാല തേച്ച് പിടിപ്പിക്കാൻ പറ്റുമോ അത്രയും തേച്ച് പിടിപ്പിക്കുന്നതായിരിക്കും നല്ലത്. എന്നാലേ അതിലേക്ക് ആ ഉപ്പും പുളി. ഇങ്ങനെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും മിനിമം വെക്കുക. അതുപോലെ ബാക്കിയുള്ള മസാല നമുക്ക് ഫ്രീസറിൽ കേടുകൂടാതെ ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ സോസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. ആദ്യം നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ എടുക്കണം. എന്നിട്ട് അത് 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കി ഇതുപോലെ മാറ്റി വെക്കാം. ഈ ഒരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. പിന്നെ കുറച്ച് വെളുത്തുള്ളിയാണ്, 2-3 അല്ലി വെളുത്തുള്ളി മതിയാവും. അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചതാണ്, അത് ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം ചെറിയ കഷ്ണം സവാളയാണ്, ഒരു 3 ടേബിൾ സ്പൂൺ മതി. അത് നന്നായി വഴന്നു വന്നാൽ നമുക്കിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി കുതിർത്തി, ഒരു 1/2 കപ്പ് പുളിവെള്ളമാണിത്, അതും കൂടെ ചേർത്ത് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം. കൂടെ ഞാനൊരു 2 ടീസ്പൂൺ സോയാ സോസ് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഒഴിവാക്കാം. മധുരത്തിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാനാണ്. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ കലക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ സോസ് നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. തിക്നെസ് എല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് മാറ്റി വെക്കാം. നമ്മൾ ഫിഷ് ഗ്രില്ല് ചെയ്യുന്നത് അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ്. മീൻ കവർ ചെയ്യാൻ പാകത്തിനുള്ള ഒരു ചെറിയ പീസ് ഫോയിൽ എടുക്കുക. എന്നിട്ട് മീൻ വെച്ച് അതിന് മുകളിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം. ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 2 സൈഡിലും ഒഴിച്ച് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഇനി നല്ലവണ്ണം ഒന്ന് കവർ ചെയ്യണം. ഹോളൊന്നും ഇല്ലാണ്ട് സൈഡിലും മുകളിലും എല്ലാ ഭാഗവും ഫോയിൽ കവറായിരിക്കണം. എന്നിട്ട് അധികമുള്ള ഭാഗം നമുക്ക് കത്രിക വെച്ചിട്ട് മുറിച്ച് കളയാം. നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം, വാലിൻ്റെ ഭാഗത്തും തലയുടെ ഭാഗത്തെല്ലാം. മീനും ഇതുപോലെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലത്തെ സ്റ്റീൽ റാക്ക് ഉണ്ടെങ്കിൽ അതെടുത്ത്
സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്റ്റീൽ സ്റ്റാൻഡ് ഉണ്ടാവും നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഇതിങ്ങനെ സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീര ഓൺ ചെയ്തിട്ട് ഓരോ മീനായിട്ട് നമുക്ക് അതുപോലെ ഗ്രിൽ ചെയ്തെടുക്കാം. ഇങ്ങനത്തെ 2 എണ്ണം ഉണ്ടെങ്കിൽ 2 ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ ഞാൻ സ്റ്റീൽ റാക്കാണ് വെച്ചിട്ടുള്ളത്. ഇത് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓരോ മീൻ വെച്ച് കൊടുക്കാം. കുറഞ്ഞ തീയിലിങ്ങനെ വെന്ത് വരണം. ഒരു 15 മിനിറ്റ് ഓരോ സൈഡും വേവിക്കണം. തലഭാഗവും വാൽഭാഗവും എല്ലാം മാറ്റി മാറ്റി തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം. എന്നാൽ മാത്രമേ എല്ലാ ഭാഗവും കുക്കായി കിട്ടൂ. അപ്പോൾ മൊത്തത്തിൽ 30 മിനിറ്റ് സമയം വേണം. അപ്പോൾ ഇത് നമ്മുടെ മീൻ കുക്കായിട്ടുണ്ട്. അത് തുറന്ന് കാണിക്കാം. നല്ല ചൂടാണ്. പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നോക്കൂ, അടിപൊളിയായിട്ടുണ്ട്. സ്റ്റൗവിൽ ഗ്രിൽ ചെയ്തതെടുത്തതാന്ന് പറയുകയില്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നോക്കൂ, അതുപോലെ മസാല എല്ലാം പിടിച്ചിട്ട് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് സോസെല്ലാം ഒഴിച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇത് സെർവ് ചെയ്യാനായിട്ട് നമുക്ക് വലിയൊരു പ്ലേറ്റ് എടുക്കാം. അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നമ്മൾ കുറച്ച് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ മീൻ വെച്ച് കൊടുക്കാം. 2 മീനും ഒരു പ്ലേറ്റിൽ തന്നെയാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ മുകളിലും കൂടെ നമുക്ക് കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ ഹോം മെയ്ഡ് ഹമ്മൂസാണത്. പിന്നെ കുറച്ച് കുബൂസും. നല്ല കോമ്പിനേഷനാണ്. ഈ സോസും മീനും അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.